സ്റ്റുഡൻസ്, അപ്പോൾ നമുക്ക് ഈ ക്ലാസ്സിൽ ബൂസ്റ്റ് കൺവേർട്ടറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എന്താണ് ബൂസ്റ്റ് കൺവേർട്ടർ? ബൂസ്റ്റ് കൺവേർട്ടർ എന്താണ്? ബൂസ്റ്റ് കൺവേർട്ടർ തന്നെയാണ് എന്ത്? സ്റ്റെപ്പ് അപ്പ് കൺവേർട്ടർ. ബൂസ്റ്റ് കൺവേർട്ടർ തന്നെയാണ് സ്റ്റെപ്പ് അപ്പ് കൺവേർട്ടർ. സ്റ്റെപ്പ് അപ്പ് ചോപ്പറിനെ കുറിച്ച് പഠിച്ചില്ലേ, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചില്ലേ? അത് തന്നെയാണ് ബൂസ്റ്റ് കൺവേർട്ടർ. അപ്പോൾ എന്താണ് ഒരു സ്റ്റെപ്പ് അപ്പ് ചോപ്പർ? എന്താണ് സ്റ്റെപ്പ് അപ്പ് ചോപ്പർ? ഒരു DC കൺവേർട്ടറിൽ നമ്മളൊരു ഇൻപുട്ട് വോൾട്ടേജ് കൊടുക്കുന്നു. ഒരു ഇൻപുട്ട് വോൾട്ടേജ് കൊടുക്കുന്ന സമയത്ത് നമുക്കൊരു ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടും അല്ലേ? പക്ഷെ എന്താണ് സ്റ്റെപ്പ് അപ്പ് ചോപ്പറിൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് എന്തായിരിക്കും? നമ്മൾക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഇൻപുട്ട് സൈഡിൽ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജിനേക്കാളും കൂടുതലായിരിക്കും അല്ലേ? അപ്പം ഒരു സ്റ്റെപ്പ് അപ്പ് ചോപ്പർ അല്ലെങ്കിൽ ബൂസ്റ്റ് കൺവേർട്ടർ എന്ത് ചെയ്യും? ഇൻപുട്ട് വോൾട്ടേജിനെ ഇൻക്രീസ് ചെയ്യും. ഔട്ട്പുട്ട് കിട്ടുന്ന വോൾട്ടേജ് ഇൻപുട്ടിലുള്ള വോൾട്ടേജിനേക്കാളും കൂടുതലായിരിക്കും. അതായത് ഇതെന്ത് ചെയ്യും? ഇൻക്രീസസ് ദി ഇൻപുട്ട് വോൾട്ടേജ്. ഇൻപുട്ട് വോൾട്ടേജ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അപ്പോൾ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇതാണ് ഒരു ബൂസ്റ്റ് കൺവേർട്ടറിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം. കണ്ടില്ലേ? സപ്ലൈ സോഴ്സ് വോൾട്ടേജ് ഉണ്ട്, ഇൻഡക്റ്റൻസ് ഉണ്ട്, സ്വിച്ച് ഉണ്ട്, ഡയോഡ്, കപ്പാസിറ്റൻസ് ആൻഡ് ലോഡ്. അപ്പം സോഴ്സ് കറൻറ്റ് IS ആണ്, ലോഡ് കറൻറ്റ് I0 ആണ്, I0 ആണ്, ലോഡ് വോൾട്ടേജ് V0 ആണ്. അപ്പോൾ ഒരു ബൂസ്റ്റ് കൺവേർട്ടർ അനലൈസ് ചെയ്യുന്ന സമയത്ത് രണ്ട് കേസസ് ആയിട്ടാണ് നോക്കേണ്ടത്. ഫസ്റ്റ് കേസ് മോഡ് 1 ആയിട്ട് പറയാണ്. മോഡ് 1-ൽ എന്ത് ചെയ്യുന്നു? സ്വിച്ച് ഓണാകുന്നു, സ്വിച്ചിനെ ഓണാക്കുന്നു. അപ്പോൾ ഫസ്റ്റ് കേസ് നമ്മൾ സ്വിച്ചിനെ ഓണാക്കുന്നു. അപ്പം സ്വിച്ച് ഓണാകുന്ന ടൈമിലുള്ള സർക്യൂട്ട് ഡയഗ്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സ്വിച്ച് ഓണാകുന്നു അല്ലേ? അപ്പോൾ എന്ത് ചെയ്യുന്നു? ഈ ഒരു പാത്ത് ഷോർട്ടാകുന്നു. അപ്പോൾ ഇവിടെ ഡിസ്കണക്ഷനായി. അപ്പോൾ എന്ത് ചെയ്യും? ഈ ഒരു ലൂപ്പാണ് വർക്ക് ചെയ്യുന്നത്. ഈ ഒരു ലൂപ്പ് വർക്കാവും. അപ്പോൾ എന്ത് ചെയ്യും? ഈ ഒരു ലൂപ്പ് വർക്കാവുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? ഇൻഡക്റ്റൻസ്, ഇവിടെയുള്ള ഇൻഡക്റ്റൻസ് എന്ത് ചെയ്യും? എനർജി സ്റ്റോർ ചെയ്യും അല്ലേ? ഇൻഡക്റ്റൻസ് എനർജി സ്റ്റോർ ചെയ്യും. അപ്പോൾ ഔട്ട്പുട്ടിന് അക്രോസിലെ വോൾട്ടേജ് ഒന്നും കിട്ടുന്നില്ല അല്ലേ? നമ്മൾ കൊടുക്കുന്ന സോഴ്സ് വോൾട്ടേജ് എന്ത് ചെയ്യും? ഈ ഒരു ലൂപ്പിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഔട്ട്പുട്ട് വോൾട്ടേജിൽ എന്തില്ല? ഔട്ട്പുട്ട് വോൾട്ടേജ് ഇല്ല. കാരണം എന്താണ്? ഇവിടെ ഒരു ഡിസ്കണക്ഷൻ സംഭവിച്ചു. അപ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് V0 = 0 ആയി. ഇതാണ് ഫസ്റ്റ് കേസ്, സ്വിച്ച് ഓണാകുന്ന ടൈം. ഇപ്പോൾ സെക്കൻഡ് കേസിൽ മോഡ് 2-ൽ സ്വിച്ച് ഓഫ് ചെയ്യുന്നു. അപ്പോൾ എന്താണ് സംഭവിക്കുക? സ്വിച്ച് ഓഫാകുന്ന ടൈമിൽ ഈ ഒരു കംപ്ലീറ്റ് പാത്ത് ഉണ്ടാകും. ഈ ഒരു കംപ്ലീറ്റ് പാത്ത് വർക്ക് ചെയ്യും. അപ്പോൾ ഇൻഡക്റ്റൻസ് എന്ത് ചെയ്യും? എനർജീനെ സ്റ്റോർ ചെയ്ത എനർജി എന്ത് ചെയ്യും? ഡിസ്ചാർജ് ചെയ്യും. ഇൻഡക്റ്റൻസ് ഡിസ്ചാർജ് ചെയ്യും. ഈ ഒരു ഡയോഡ് എന്ത് ചെയ്യും? സർക്യൂട്ടിൽ കണക്ഷൻ വന്നു. പിന്നെ ലോഡ്. ഇത്രയാണ് സ്വിച്ച് ഓഫാകുന്ന ടൈമിലുള്ളത്. അപ്പം സ്വിച്ച് ഓണാകുന്ന ടൈമിൽ ഇൻഡക്റ്റൻസ് സ്റ്റോർ ചെയ്ത എനർജി എന്ത് ചെയ്യുന്നു? ഈ കേസിൽ ഡിസ്ചാർജ് ആയി. സെക്കൻഡ് കേസിൽ ഡിസ്ചാർജ് ആയി അല്ലേ? അപ്പം ഇവിടെ എത്തുന്ന വോൾട്ടേജ് നമ്മൾക്ക് ഇവിടെ KVL അപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് എന്തായിരിക്കും? ഇവിടെ കിട്ടുന്ന ഇൻപുട്ട് വോൾട്ടേജിൻ്റെയും ഇൻഡക്റ്റൻസിന് അക്രോസുള്ള വോൾട്ടേജിൻ്റെയും സമ്മായിരിക്കും. ഈ ഒരു വലിയ ലൂപ്പിൽ KVL അപ്ലൈ ചെയ്താൽ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്തായിരിക്കും? നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് വോൾട്ടേജിൻ്റെയും ഇൻഡക്റ്റൻസിന് അക്രോസുള്ള വോൾട്ടേജിൻ്റെയും സമ്മായിരിക്കും. അപ്പോൾ ഇത്രയാണ് ബൂസ്റ്റ് കൺവേർട്ടറിൻ്റെ ഓപ്പറേഷൻ പഠിക്കാനുള്ളത്. അപ്പോൾ ഫസ്റ്റ് സ്വിച്ച് ഓൺ ആകുന്ന ടൈം, സെക്കൻഡ് സ്വിച്ച് ഓഫ് ആകുന്ന ടൈം അല്ലേ? ഇനി പഠിക്കാനുള്ളത് വേവ് ഫോമാണ്.
ഫസ്റ്റ് വൺ നമ്മൾ കൊടുക്കുന്ന സോഴ്സ് വോൾട്ടേജ്, സെക്കൻഡ് വൺ ഇൻഡക്ടറിലുള്ള കറൻറ്റ്, തേർഡ് വൺ സോഴ്സ് കറൻറ്റ്, ഫോർത്ത് വൺ കപ്പാസിറ്റൻസ് കറൻറ്റ്. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോക്കേണ്ടത് ഈ ഒരു കറൻറ്റാണ്, ഇൻഡക്റ്റൻസിലെ കറൻറ്റാണ്. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് ഹാഫ് സൈക്കിൾ എന്ത് ചെയ്യുന്നു, സ്വിച്ച് ഓൺ ആകുന്നു. ഈ ഒരു ഫസ്റ്റത്തെ ഹാഫ് സൈക്കിൾ മാത്രം ചെയ്താൽ സ്വിച്ച് എന്ത് ചെയ്യും, ഓൺ ചെയ്യും. ആ സമയത്ത് ഇൻഡക്റ്റൻസ് എന്താവുന്നു, ഇൻഡക്റ്റൻസ് എനർജി സ്റ്റോർ ചെയ്യുന്നു. അതുകൊണ്ടാണ് ഇതിൻ്റെ കറൻറ്റ് ഇൻക്രീസ് ആയിട്ട് കാണിച്ചിരിക്കുന്നത്. ഇൻഡക്റ്റൻസ് എനർജി സ്റ്റോർ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ഇൻഡക്റ്റൻസിലൂടെയുള്ള കറൻറ്റ് എന്ത് ചെയ്യും, ഒരു മിനിമത്തിൽ നിന്ന് മാക്സിമത്തിലേക്ക് ഇൻക്രീസ് ആവും. അതുകൊണ്ടാണ് ഈ ഫസ്റ്റ് ഹാഫ് സൈക്കിളിൽ കറൻറ്റ് ഇൻക്രീസ് ആയത്. ഇനി സെക്കൻഡ് ഹാഫ് സൈക്കിൾ നോക്കുക. സെക്കൻഡ് ഹാഫ് സൈക്കിൾ എന്താണ്, സ്വിച്ച് ഓഫാക്കുന്ന ടൈം ഇൻസ്റ്റൻ്റാണ്. ഇത് സ്വിച്ച് ഓഫ് ചെയ്യുന്ന ടൈം ഇൻസ്റ്റൻ്റാണ്. ഈ ഒരു ഇൻസ്റ്റൻറ്റിൽ ഇൻഡക്റ്റൻസ് എന്താണ് ചെയ്യുന്നത്, എനർജി ഡിസ്ചാർജ് ചെയ്യുന്നു. അല്ലേ? അപ്പോൾ എന്താണ്, കറൻറ്റ് എന്താണ്, മാക്സിമത്തിൽ നിന്ന് കുറഞ്ഞു വരും. കറൻറ്റ് മാക്സിമത്തിൽ നിന്ന് മിനിമത്തിലേക്ക് ഡിക്രീസ് ചെയ്യും അല്ലേ? അതുകൊണ്ടാണ് ഈ ഫിഗറിൽ, ഈ വേവ് ഫോമിൽ സെക്കൻഡ് കേസ് എന്തായത്, ഡിക്രീസ് ചെയ്ത് വന്നത്. അപ്പോൾ നിങ്ങൾക്കിതിൽ മെയിനായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് ഈ കറൻറ്റ് വേവ് ഫോമാണ് കേട്ടോ. മെയിനായിട്ടും പഠിക്കാനുള്ളത് ഈ കറൻറ്റിൻ്റെ വേവ് ഫോമാണ്. ഇനിയുള്ളത് ഇൻഡക്റ്റൻസ്. ഇവിടെ ഉപയോഗിക്കുന്ന ബൂസ്റ്റ് കൺവേർട്ടർ നമ്മൾ ഉപയോഗിച്ച ഇൻഡക്റ്റൻസിൻ്റെയും കപ്പാസിറ്റൻസിൻ്റെയും ഡിസൈനാണ്. ഇവിടെ നമുക്ക് ഉപയോഗിക്കേണ്ട ഒരു കൺവേർട്ടർ ബൂസ്റ്റായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ അത് ഏതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും, ഡ്യൂട്ടി റേഷ്യോ ഡിപ്പെൻഡ് ചെയ്യും. അതുപോലെ ആ ഡ്യൂട്ടി റേഷ്യോനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, ഇൻഡക്റ്റൻസിൻ്റെ വാല്യൂവിനെയും കപ്പാസിറ്റൻസിൻ്റെ വാല്യൂസിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നു. അപ്പോൾ ഈ രണ്ട് വാല്യൂസും, ഇൻഡക്റ്റൻസും കപ്പാസിറ്റൻസും സ്യൂട്ടബിളായിട്ട് നമ്മൾ എടുത്താൽ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ, കൺവേർട്ടർ ബൂസ്റ്റായിട്ട് വർക്ക് ചെയ്യുള്ളൂ അല്ലേ? ബൂസ്റ്റ് കൺവേർട്ടറായിട്ട് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഡിസൈൻ എങ്ങനെയാണ് ഇൻഡക്റ്റൻസ് എടുക്കേണ്ടത്, ഇൻഡക്റ്റൻസിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ്, കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ എങ്ങനെയാണ് ചൂസ് ചെയ്യേണ്ടത്, അതൊക്കെ നോക്കാം. ഡിസൈൻ ഓഫ് ഇൻഡക്റ്റൻസ് ആൻഡ് കപ്പാസിറ്റൻസ്. അപ്പം നമ്മൾ നേരത്തെ ഒരു കറണ്ടിൻ്റെ വേവ് ഫോം പറഞ്ഞില്ലേ, സെക്കൻഡ് കേസ്, ഈ ഒരു വേവ് ഫോം. ഇതിൽ സ്വിച്ച് ഓൺ ആകുന്ന ടൈം ഇൻസ്റ്റൻറ്റ് നോക്കുക. സ്വിച്ച് ഓൺ ആകുന്ന ടൈം കൺസിഡർ ചെയ്യുക. സ്വിച്ച് എന്ത് ചെയ്യുന്നു, കറണ്ട് എന്ത് ചെയ്യുന്നു, ഒരു മിനിമത്തിൽ നിന്ന് മാക്സിമത്തിലേക്ക് എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ആവുന്നു അല്ലേ? കറണ്ട് മിനിമത്തിൽ നിന്ന് മാക്സിമത്തിലേക്ക് ഇൻക്രീസ് ചെയ്യുന്നു. I1 to I2 ആയിട്ട് നോക്കാം. അപ്പോൾ ഇൻഡക്ടറിലുള്ള വോൾട്ടേജ് എങ്ങനെയാണ് പറയുക, ഇൻഡക്ടറിലുള്ള സ്റ്റോർ ചെയ്യുന്ന വോൾട്ടേജ് എങ്ങനെ പറയും, V = L × di/dt ആണ്. നിങ്ങൾ പഠിച്ച ഇക്വേഷൻ അല്ലേ അത്, V = L × di/dt. ആ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഇൻപുട്ട് വോൾട്ടേജ് = L × di/dt ആണ്. ഇപ്പോൾ ഇവിടെ dt ഏതാണ്, സ്വിച്ച് ഓൺ ആകുന്ന ടൈം അല്ലേ? സ്വിച്ച് ഓൺ ആകുന്ന ടൈമാണ്. അതെന്തായി, T1 ആയി. സ്വിച്ച് ഓൺ ആകുന്ന ടൈം T1 ആയിട്ട് മാർക്ക് ചെയ്തു. അപ്പോൾ എങ്ങനെ, അപ്പോൾ ഇത് ചേഞ്ചിങ് കറൻറ്റാണ് ഇത്. അപ്പം I2 - I1. അപ്പോൾ L × di/dt ആണ്. di എന്താണ്, I2 - I1 ആണ്. അത് ∆I ആയിട്ട് മാർക്ക് ചെയ്തു. അപ്പോൾ എന്തായി, ഇൻപുട്ട് വോൾട്ടേജ് = ∆I/T1. അപ്പോൾ ഇതിൽ നിന്ന് T1 ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്ത് എഴുതി. T1 എന്തായി, റീഅറേഞ്ച് ചെയ്ത് എഴുതി, ∆I/V ഇൻപുട്ട് × L, ∆I/V ഇൻപുട്ട് × L. ഓക്കെ. അപ്പോൾ
സെക്കൻഡ് കേസ് എടുക്കാം. സെക്കൻഡ് കേസിൽ എന്ത് ചെയ്യുന്നു? ഇൻഡക്ടറിൽ സ്റ്റോർ ചെയ്ത എനർജി മൊത്തം ഡിസ്ചാർജ് ആകുന്നു അല്ലേ? അപ്പോൾ കറണ്ട് എന്ത് ചെയ്യുന്നു? I2 നിന്ന് I1ലേക്ക് ഡിസ്ചാർജ് ആകുന്നു, ഡിക്രീസ് ചെയ്യുന്നു അല്ലേ? അപ്പോൾ ആ ടൈമിലുള്ള വോൾട്ടേജ് എന്താണ്? ഇവിടെ ഷോ ചെയ്തിട്ടുണ്ട് VSC മൈനസ് V0 അല്ലേ? VSC മൈനസ് V0. അപ്പം VSC എന്ന് വെച്ചാൽ സോഴ്സ് വോൾട്ടേജ് തന്നെയാണ്. അത് ഞാൻ V ഇൻപുട്ട് എന്ന് മാർക്ക് ചെയ്തു. VSC മൈനസ് V0 അല്ലെങ്കിൽ V ഇൻപുട്ട് മൈനസ് V0 ഈസ് ഈക്വൽ ടു ഡിക്രീസ് ആവുന്നു അല്ലേ? എനർജി കറണ്ട് ഡിക്രീസ് ആവുന്നു. അതുകൊണ്ട് അവിടെ ഒരു നെഗറ്റീവ് സൈൻ വന്നു. L/dI/dt തന്നെയാണ്. അപ്പോൾ ഇവിടെ ടൈം എന്താണ്? സെക്കൻഡ് ടൈമാണ് അല്ലേ? സ്വിച്ച് ഓഫ് ആകുന്ന ടൈമാണ്. അപ്പോൾ അതെന്താണ്? T2 ആണ്. അപ്പോൾ Vin മൈനസ് V0 ഈസ് ഈക്വൽ ടു എന്തായി? മൈനസ് L/dI/T2i. അതിൽ നിന്ന് T1 കിട്ടുമല്ലോ. T1 ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്ത് എഴുതി. ഇനി നോക്കുക, ഇതൊരു ലോസ്ലെസ് സിസ്റ്റം ആണെന്ന് വിചാരിക്കുക. ഇതൊരു ലോസ്ലെസ് സിസ്റ്റമാണെന്ന് അസ്യൂം ചെയ്യുക. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ രണ്ട് കേസിലും ഡെൽറ്റ ഐൻ്റെ വാല്യൂ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. രണ്ട് കേസിലുമുള്ള ഡെൽറ്റ ഐൻ്റെ വാല്യൂ എന്തായി? ഈക്വലായി. അപ്പോൾ അത് ഈക്വലായിട്ട് ഇക്വേറ്റ് ചെയ്തു. അപ്പം ഇങ്ങനെ കിട്ടി. Vin × T1 ഡിവൈഡഡ് ബൈ L ഈസ് ഈക്വൽ ടു എന്തായി? V ഔട്ട് മൈനസ് Vin ഡിവൈഡഡ് ബൈ L × T2i. ഈ രണ്ട് കേസിലും ഈക്വേറ്റ് ചെയ്തു, ഈക്വലായിട്ട് ഇക്വേറ്റ് ചെയ്തു. അപ്പം അടുത്ത നോക്കാം. ഇനി എന്താണ് ചെയ്യേണ്ടത്? സ്വിച്ച് ഓൺ ആകുന്ന ടൈമാണ് T1. അത് dt ആയിട്ട് മാർക്ക് ചെയ്തു. T1 ഈസ് ഈക്വൽ ടു dt. അതായത് ഡ്യൂട്ടി റേഷ്യോ വെച്ചിട്ട് ഇക്വേഷൻ റീ അറേഞ്ച് ചെയ്യുന്നു. സെക്കൻഡ് T2നെയും എന്ത് ചെയ്യുന്നു? 1 - d × T വെച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പം ആ രണ്ട് ഇക്വേഷനും ആ രണ്ട് ടീൻ്റെ വാല്യൂ, T1ൻ്റെയും T2ൻ്റെയും വാല്യൂ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എന്ത് കിട്ടും? ഈ ഒരു ടേം കിട്ടും. 1 - d ഈസ് ഈക്വൽ ടു Vin ഡിവൈഡ് ബൈ V0 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഡ്യൂട്ടി റേഷ്യോൻ്റെ ഇക്വേഷൻ ആവശ്യമുണ്ട്. അപ്പോൾ ഡ്യൂട്ടി റേഷ്യോ D ഈസ് ഈക്വൽ ടു ഈ ഒരു ഇക്വേഷനിൽ നിന്ന് ഡ്യൂട്ടി റേഷ്യോ D ഈസ് ഈക്വൽ എന്തായിട്ട് കിട്ടും? V ഔട്ട് മൈനസ് Vin ഡിവൈഡ് ബൈ V0 ഇൻറ്റു T എന്ന് കിട്ടും. അപ്പോൾ T ഈസ് ഈക്വൽ ടു എന്താണ്? 1/f ആണ്. T ഈസ് ഈക്വൽ ടു 1/f. ഇനി ഇതൊരു ലോസ്ലെസ് സിസ്റ്റമാണെന്ന് അസ്യൂം ചെയ്താൽ ഇങ്ങനെ ഒരു ഇക്വേഷൻ എഴുതാം. Vin × IN ഈസ് ഈക്വൽ ടു V ഔട്ട് × I ഔട്ട് എന്ന് എഴുതാം. അപ്പോൾ ജസ്റ്റ് ഓരോ പാരാമീറ്റേഴ്സും നോട്ട് ചെയ്ത് വെക്കുക. ഡ്യൂട്ടി റേഷ്യോ കണ്ടുപിടിക്കുന്നത്. ഇനിയുള്ളത് I/in ആണ്. ഈ ഒരു ഇക്വേഷനിൽ നിന്ന് തന്നെയാണ് റീഅറേഞ്ച് ചെയ്തിട്ട് I/inൻ്റെ ഇക്വേഷൻ എഴുതിയത്. അപ്പോൾ I/in എന്താണ്? ഇൻപുട്ട് കറൻറ്റാണ്. അത് ഇൻ ടേംസ് ഓഫ് ഔട്ട്പുട്ട് കറൻറ്റിൽ റീഅറേഞ്ച് ചെയ്ത് എഴുതി. ഇനിയുള്ളത് ടോട്ടൽ ടൈമാണ്. ടോട്ടൽ ടൈം സ്വിച്ചിങ് പീരീഡ് T ഈസ് ഈക്വൽ ടു എന്താണ്? 1/f ആണ്. നിങ്ങൾക്കറിയാലോ T ഈസ് ഈക്വൽ ടു എന്താണ്? 1/f ആണ്. ഇപ്പോൾ T എന്ന് വെച്ചാൽ എന്താണ്? ടോട്ടൽ ടൈം അല്ലേ? അതായത് സ്വിച്ച് ഓൺ ആകുന്ന ടൈം പ്ലസ് സ്വിച്ച് ഓഫ് ആകുന്ന ടൈം. അപ്പം T1 + T2 ആണ്. അപ്പോൾ T1ൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, T2ൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. ആ രണ്ട് ഇക്വേഷനും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ടോട്ടൽ ടൈമിൻ്റെ ഇക്വേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതൊരു ലോസ്ലെസ് സിസ്റ്റമായിട്ട് അസ്യൂം ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഇത്രയും വരെ ടേം കിട്ടുമല്ലോ. Vin × IN ഈസ് ഈക്വൽ ടു V0 × I0 ഈസ് ഈക്വൽ ടു ഈ ഒരു ടേം കിട്ടും. ഇനി ഇതിൽ നിന്ന് ഇൻപുട്ട് കറൻറ്റിൻ്റെ ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്താൽ
എഴുതാൻ വേണ്ടി പറ്റും. അപ്പോൾ അടുത്തത് സ്വിച്ചിങ് ടൈമാണ്. സ്വിച്ചിങ് ടൈം എന്താണ്? സ്വിച്ചിങ് ടൈം മീൻസ് ടോട്ടൽ ടൈം T1 പ്ലസ് T2 ആണ്. അപ്പോൾ T1ൻ്റെ ടൈം പ്ലസ് T2ൻ്റെ ടൈം ഇത് രണ്ടും നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചതാണ് അല്ലേ? T1ൻ്റെ ടൈമും T2ൻ്റെ ടൈമും നമ്മൾ കണ്ടുപിടിച്ചതാണ്. അത് രണ്ടും എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇനി ഈ രണ്ട് കേസിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ഈ ഒരു കേസിൽ നിന്ന് ഡെൽറ്റ ഐൻ്റെ ഇക്വേഷൻ മാർക്ക് ചെയ്യുന്നു. അപ്പോൾ ഡെൽറ്റ ഐൻ്റെ ഇക്വേഷൻ എന്ത് കിട്ടും? ഈ ഒരു ടേം കിട്ടുന്നതായിരിക്കും. ഈ ഒരു ടേം കിട്ടും. അപ്പം നമുക്കറിയാം ഇതിൽ ഇത്രയും പോർഷൻ എന്താണ്? ഡി ആണ് അല്ലേ? ഇത്രയും പോർഷൻ ഡി ആണ്. അപ്പം അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇത്രയും വരെ ആൻസർ കിട്ടി. ഇനി എന്ത് ചെയ്യണം? ഇതിൽ കപ്പാസിറ്റൻസിൻ്റെ ഇൻഡക്റ്റൻസിൽ നമ്മൾ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യണം? കപ്പാസിറ്റൻസിൻ്റെ വാല്യൂസും കൂടെ കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് ആവറേജ് വോൾട്ടേജ് അക്രോസ് ദ കപ്പാസിറ്റൻസ് മാർക്ക് ചെയ്യുക. അപ്പം കപ്പാസിറ്ററിൻ്റെ വോൾട്ടേജ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? വി സി അല്ലേ? വി സി ഈസ് ഈക്വൽ ടു എന്താണ്? 1/c ഇൻറ്റു ഇൻറ്റഗ്രൽ ഐ ആണ്. 1/c ഇൻറ്റു ഇൻറ്റഗ്രൽ ഐ ആണ് അല്ലേ? അപ്പോൾ എന്താണ്? ഐ എന്ന് വെച്ചാൽ 0 to T1 വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ഐനെ 0 to T1 വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഐൻ്റെ ഈ കപ്പാസിറ്റൻസിൻ്റെ കപ്പാസിറ്റൻസ് അക്രോസ് ഉള്ള വോൾട്ടേജിൻ്റെ ഇക്വേഷൻ നമുക്ക് കിട്ടുന്നതായിരിക്കും I0 ഇൻറ്റു T1 ഡിവൈഡ് ബൈ സി എന്ന് കിട്ടും. ഇനി എന്ത് ചെയ്യുക? T1ൻ്റെ വാല്യൂ നമ്മൾ മുന്നേ ചെയ്ത T1ൻ്റെ വാല്യൂ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പം ഡെൽറ്റ വി സി ഇങ്ങനെ കിട്ടുന്നു. ഡെൽറ്റ വി സിൻ്റെ ഇക്വേഷൻ ഇത്രയും കിട്ടുന്നു. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഇൻഡക്റ്റൻസിൻ്റെ വാല്യൂ ഇക്വേഷൻ എങ്ങനെയാണ്, കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് ഈ ഒരു കണ്ടീഷൻ എടുക്കുന്നു. ഈ ഒരു കണ്ടീഷനിൽ ഇൻഡക്റ്റർ റിപ്പിൾ കറണ്ട് എടുക്കുന്നു. ഇൻഡക്റ്ററിൻ്റെ റിപ്പിൾ കറണ്ട് കൺസിഡർ ചെയ്താൽ എന്ത് സംഭവിക്കും? ഡെൽറ്റ ഐ ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ഐ എൽ ആണ്. ഡെൽറ്റ ഐ ഈസ് ഈക്വൽ ടു എന്താണ്? 2 ഇൻറ്റു ഐ എൽ ആണ്. അപ്പോൾ ഡെൽറ്റ ഐൻ്റെ വാല്യൂ നമുക്കറിയാലോ. അല്ലേ? ഇവിടെ ഉണ്ടല്ലോ ഡെൽറ്റ ഐ ഈസ് ഈക്വൽ ടു ഇതാണ്. അപ്പോൾ അതെന്താണ്? ഈക്വൽ ടു 2L ആണ്. അപ്പോൾ ഇവിടെ ഐ എൽ തന്നെയാണ് I0. ഫസ്റ്റ് കേസിൽ ഐ എൽ തന്നെയാണ് I0. ഇപ്പോൾ 2 ഇൻറ്റു I0 ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ ഇതൊന്ന് ഇൻഡക്റ്റൻസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാമല്ലോ. എൽ ഈസ് ഈക്വൽ ടു എന്താണ്? ഇങ്ങനൊരു ഇക്വേഷനാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഡ്യൂട്ടി റേഷ്യോ അസ്യൂം ചെയ്യണം. അതിനുശേഷം ആവശ്യമുള്ള ഇൻഡക്റ്റൻസിൻ്റെ വാല്യൂവും കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുക. അപ്പോൾ ഇതാണ് ഇൻഡക്റ്റൻസിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷനാണിത്. ഇനി വേണ്ടത് കപ്പാസിറ്റൻസ് ആണല്ലേ? ഇതുപോലെ തന്നെ കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെയും കപ്പാസിറ്റർ റിപ്പിൾ വോൾട്ടേജ് എടുക്കുന്നു. കപ്പാസിറ്റർ റിപ്പിൾ വോൾട്ടേജ് ഡെൽറ്റ വി സി ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു V0 അങ്ങനെയാണ് എടുക്കുന്നത്. അപ്പോൾ ഡെൽറ്റ വി സി ഈസ് ഈക്വൽ ടു എന്താണ്? 2 ഇൻറ്റു V0. അപ്പോൾ ഡെൽറ്റ വി സി നമ്മൾ കണ്ടുപിടിച്ചതല്ലോ അല്ലേ? ഡെൽറ്റ വി സി നമ്മൾ കണ്ടുപിടിച്ചതല്ലേ? ഇതാണ് ഡെൽറ്റ വി സി കണ്ടുപിടിച്ചു. ഇതിൽ ഇത്രയും ടേം ഡി ആണ്, ഡ്യൂട്ടി റേഷ്യോ ആണ്. അത് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ടേം കിട്ടി. അത് ഈസ് ഈക്വൽ ടു എന്താണ്? ഇത് ഈക്വൽ ടു 2 ഇൻറ്റു V0 ആണ്. അപ്പോൾ V0 എന്താണ്? വി ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആർ ആണ് അല്ലേ? വി ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആർ ആണ്. അപ്പോൾ 2 ഇൻറ്റു I0 ഇൻറ്റു ആർ കിട്ടും. അപ്പോൾ ഇതിൽ നിന്ന് കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ സി എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാം. അപ്പോൾ ഇൻഡക്റ്റൻസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനുമായി കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനും കണ്ടുപിടിച്ചു അല്ലേ? അപ്പോൾ ഒരു കൺവേർട്ടർ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ, അതായത് ബൂസ്റ്റായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇൻഡക്റ്റൻസിൻ്റെയും കപ്പാസിറ്റൻസിൻ്റെയും വാല്യൂസ് കറക്റ്റായിട്ട് എന്ത് ചെയ്യണം? ചൂസ് ചെയ്യണം. എന്നാൽ മാത്രമേ ബൂസ്റ്റ് കൺവേർട്ടറായിട്ട് ഓപ്പറേറ്റ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നിങ്ങൾക്ക് ബൂസ്റ്റ് കൺവേർട്ടറിനെ കുറിച്ച് പഠിക്കാനുള്ളത്. സർക്യൂട്ട് ഡയഗ്രാം, ഓപ്പറേഷൻ, വേവ് ഫോം, പിന്നെ ഇൻഡക്റ്റൻസിൻ്റെ കപ്പാസിറ്റൻസിൻ്റെയും ഡിസൈൻ.
ഇത്രയാണ് ബൂസ്റ്റ് കൺവേർട്ടറിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഒരു കാര്യം, ഡെറിവേഷൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് എന്ത് ചെയ്യണം, നിങ്ങളിത് നോക്കി നോട്ടിലേക്ക് എഴുതിയെടുക്കുമ്പോൾ കറക്റ്റായിട്ട് ഡിറൈവ് ചെയ്ത് നോക്കുക. എന്നാൽ മാത്രമേ കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബക്ക് ബൂസ്റ്റ് കൺവേർട്ടർ എടുക്കാം. ഓക്കെ സ്റ്റുഡൻസ്.